അപ്പോൾ ഇന്ന് സൺഡേ ഇട്ടപ്പോൾ എല്ലാവരും എന്താ പരിപാടി, ഞാനാണെങ്കിൽ എൻ്റെ വാഴപ്പണയിലോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ചേട്ടൻ്റെയും പപ്പയുടെയും വിവിധതരം കൃഷികളാണിവിടെ, വിവിധയിനം വാഴക്കുലകൾ. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിവിധയിനം വാഴക്കുലകൾ, പിന്നെ എന്തോ പറയാനാണ്, കുരുമുളക്, കമുക്, അതായത് പാക്കുണ്ടല്ലോ, പാക്ക്, പിന്നെ തെങ്ങ്, അങ്ങനെ ഒക്കെ ഉള്ള ഐറ്റംസാണ്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പയർ നട്ടിക്കുകയാണ്. പയറൊക്കെ പൂത്തൊക്കെ നിൽപ്പുണ്ട്. പിന്നെ പയർ പയർ കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ, പയറപ്പോൾ കാച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ ഉണ്ടല്ലോ, തണ്ണിമത്തൻ അതും കുറച്ച് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് വേറെ സംഭവമുണ്ട്. പിന്നെ വേറൊരു സംഭവമുണ്ടേ, അത് അങ്ങോട്ടാണ്. അത് കുറച്ച് നടന്നു പോകണം, മെനക്കേടാണ്. എനിക്ക് ഒന്നാമത് ഈ മെനക്കേടാണത് ഇഷ്ടമില്ല. എനിക്ക് വെയിറ്റ് അതെന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇനി അടുത്ത് പോയി അയ്യോ വാഴ അടുത്ത് പോയി നോക്കുമ്പോൾ തന്നെ അറിയാം. ഈശ്വര, കുറേ പയറൊക്കെ കാച്ചി നിൽപ്പുണ്ട് കേട്ടോ. കാച്ചി നിൽപ്പുണ്ട്, നിൽപ്പുണ്ട്. അവിടെ ഇവിടേക്കും കാച്ചി നിൽപ്പുണ്ട്, ഇവിടേക്കും നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെയും ഈ സൈഡും പയറാണ് നട്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് മറ്റെന്തോ വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. എൻ്റെ അമ്മേ, എനിക്കിവിടെ പറ്റില്ല ഇങ്ങനെ നിൽക്കാൻ. ഇവിടെ വന്നാൽ ജോലിയാണ്, മെനക്കെട്ട് ജോലിയാണ്. വീട്ടിൽ ഇരുന്ന് കഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പം ഒരു അസ്വസ്ഥത, ഒരു കിതപ്പ്. പിന്നെ എന്തായാലും ഞാൻ അങ്ങനെയുള്ള സംഭവം വന്നു അങ്ങനെയുള്ള സംഭവത്തിലോട്ട് വന്നു. ഇതെന്തോന്നാണ് സംഭവം? പാവലാണോ പടവലമാണോ അറിയാമെന്നുള്ളൊരു കമൻറ്റ്. ഇതാ ഈ സംഭവമാണ്. പൂത്തില്ലേ? പൂത്തില്ല. പൂത്ത് വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. വലിയ പയർ നിൽക്കുന്നത് കേട്ടോ, പ്രതീക്ഷിക്കാത്തൊരു വലിയ പയർ. എൻ്റെ അമ്മേ, ഓ ഗോഡ്, ഞാനിതെന്താണ് കാണുന്നത്? എൻ്റെ ചേട്ടൻ്റെ കഠിനാധ്വാനം. ഈശ്വര, ദാ നിൽക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു ഉപയോഗമുണ്ടല്ലോ. നല്ല കാലത്ത് പപ്പ അധ്വാനിച്ചിട്ടൊക്കെ കുറച്ച് വാഴപ്പണയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമില്ല.